27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അശ്വതി നക്ഷത്രമാണ്. ലോട്ടറി, ചിട്ടി, വായ്പ എന്നിവയ്ക്ക് സാധ്യത. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവെക്കുന്നതായിരിക്കും. വിവാഹ ആലോചനകൾ തീരുമാനത്തിലെത്തും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. സന്താന ലാഭം ഉണ്ടാകും. ചിരകാല അഭിലാഷങ്ങൾ പൂവണിയും. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും. സ്ത്രീകൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും വന്നുചേരും. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ ആപത്ത്. ദാമ്പത്യ വിഷയങ്ങളിൽ അസുഖകരമായ അവസ്ഥ. ശത്രുദോഷം, രോഗങ്ങൾ, ധനച്ചിലവ്, ദാമ്പത്യത്തിൽ അകൽച്ച, ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ എന്നിവ അനുഭവത്തിൽ വരും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ജയത്തിനായി വളരെയേറെ ശ്രമം ആവശ്യമായി വരും. അധിക ചെലവും ബുദ്ധിമുട്ടും അനുഭവപ്പെടും. ഔദ്യോഗിക രംഗത്ത് പ്രതീക്ഷിച്ച ഫലം ലഭിക്കുകയില്ല. വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. അടുത്തത് മകയിരം നക്ഷത്രമാണ്. അമിത ആവേശം എല്ലാ കാര്യത്തിലും കാണിക്കും. മനോദുഃഖം അനുഭവത്തിൽ വരും. ബന്ധങ്ങൾ വഷളാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. മനസ്സിൻ്റെ തെറ്റായ ധാരണകൾ അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. കുടുംബാംഗങ്ങളിൽപ്പെട്ടവരുടെ സഹകരണവും സഹോദരസ്ഥാനീയരുടെ സഹായവും ഇഷ്ടജന സഹായവും ലഭ്യമാകും. പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തിക നേട്ടം ഉണ്ടാകും. അധിക്ഷേപങ്ങളെ അതിജീവിക്കും. അടുത്തത് പുണർന്ന നക്ഷത്രമാണ്. കലാകായിക പ്രവർത്തനങ്ങളിലൂടെ പ്രശസ്തിയും നേട്ടവും ലഭിക്കും. കലാരംഗത്തുള്ളവർക്ക് നേട്ടത്തിൻ്റെ സമയം. ദാമ്പത്യബന്ധം സുദൃഢമാകും. അടുത്തത് പൂയം നക്ഷത്രമാണ്. പുണ്യസങ്കേതങ്ങൾ സന്ദർശിക്കും. ശത്രുക്കളുടെ ശല്യം കുറയും. പ്രലോഭനങ്ങളിൽ അകപ്പെടുകയില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനലാഭം ഉണ്ടാകും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. പുതിയ തൊഴിൽ പരിശീലിക്കും. രോഗങ്ങളിൽ നിന്നും മുക്തി നേടും. വിദേശയാത്രയ്ക്ക് അവസരങ്ങൾ ലഭിക്കും. ദുശീലങ്ങൾ ഉപേക്ഷിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. ഉദ്യോഗത്തിൽ നിന്നും കൂടിയ വരുമാനം ലഭിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തിക നിലയും തൃപ്തികരമായിരിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തികമായി മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ബിസിനസ്സിലുള്ളവർക്ക് ഗുണകരമായ ദിവസമായിരിക്കും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. ഗുണകരമായ ദിവസമായിരിക്കും. ദാമ്പത്യം സുഖകരമായിരിക്കും. കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യം, സമാധാനം എന്നിവ നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. ആരോഗ്യപരമായ ചിന്തകൾ മനസ്സിൽ വരും. അതുപോലെ തന്നെ പല ശീലങ്ങളും ഉപേക്ഷിച്ചത് ഗുണം ചെയ്യുന്നതായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ലോട്ടറി അടിക്കുവാൻ സാധ്യത. പ്രണയിക്കുന്നവർക്ക് ഗുണകരമായ ദിവസം. ബന്ധുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. അടുത്തത് ചോതി നക്ഷത്രമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തിക നിലയിൽ ഒരു ഉയർച്ച അനുഭവപ്പെടും. പല കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ആരോഗ്യപരമായി ഗുണകരമായ ദിവസമായിരിക്കും. ചെറിയ കുഴപ്പങ്ങൾക്ക് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ബിസിനസ് കാര്യങ്ങളിൽ മികവ് പുലർത്തുവാൻ സാധിക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ നിന്നും ലാഭം ഉണ്ടാകുന്നതായിരിക്കും. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ദിവസം. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത. അതുപോലെ തന്നെ ദൂരസ്ഥലങ്ങളിലേക്ക് യാത്രയും മറ്റും വേണ്ടി വരുന്നതായിരിക്കും ജോലി സംബന്ധമായി. അടുത്തത് മൂലം നക്ഷത്രമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തിക നിലയിൽ മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കുവാൻ തീരുമാനം എടുക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. ആഗ്രഹങ്ങൾ സഫലമാകുന്നതായിരിക്കും. എടുത്ത തീരുമാനങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതായിരിക്കും. കുട്ടികളിൽ നിന്നും സന്തോഷകരമായ വാർത്തകളും മറ്റും കേൾക്കുവാൻ ഇടവരുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അപ്രതീക്ഷിതമായിരിക്കും ഇത്.
അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന പല സംരംഭങ്ങളും പുനരാരംഭിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ദേവാലയ ദർശനം ഉണ്ടാകും. ആഗ്രഹ സഫലീകരണം സാധ്യമാകും. സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു ഉൾവലിയൽ കാണാൻ സാധിക്കും. കൂടാതെ തന്നെ സാമ്പത്തികമായി അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരും. എന്നാൽ സഹോദരങ്ങളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് പൂരുരുട നക്ഷത്രമാണ്. കുടുംബത്തിൽ സന്തോഷവും അതുപോലെ തന്നെ സമാധാനപരമായ അന്തരീക്ഷവും നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കും. കൂടാതെ തന്നെ കുടുംബവുമൊത്ത് യാത്രകൾ പ്ലാൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. ആരോഗ്യപരമായി മികച്ച ദിവസമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ അത്യാവശ്യമായി വന്നേക്കാം. അമിത ചിലവ് ഒഴിവാക്കുക. അവസാനമായി രേവതി നക്ഷത്രമാണ്. സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും. കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.